ആലപ്പുഴയിൽ പോലീസ് ലാത്തിച്ചാർജിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്തിനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ കഴിയുന്ന ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, ജനറൽ സെക്രട്ടറി ശരണ്യ എന്നിവരെയും ഉച്ചയ്ക്ക് ശേഷം ആശുപത്രി മാറ്റും. പോലീസ് സംഘം വളഞ്ഞിട്ട് തല്ലിയ പ്രവീണിന്റെ തലയ്ക്ക് 7 തുന്നിക്കെട്ടലും ശരീരത്ത് 32 മുറിവുകളും ഉണ്ട് എന്ന് നേതാക്കൾ പറയുന്നു. ലാത്തിച്ചാർജിനിടെ പുരുഷ പോലീസാണ് മേഘ രഞ്ജിത്തിന്റെ തലക്കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മേഘയെ അപ്പോൾ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർച്ചയായ ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടതോടെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ CT സ്കാനിന് ശേഷം നിരീക്ഷണത്തിലാണ് മേഘ. വിദഗ്ധ പരിശോധന തുടരാനാണ് തീരുമാനം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റ് മെഡിക്കൽ കോളേജിലുള്ളത് 16 പേരാണ്. ഇതിൽ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, ജനറൽ സെക്രട്ടറി ശരണ്യ എന്നിവരെയും ഉച്ചയ്ക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും. പോലീസ് സംഘം വളഞ്ഞിട്ട് തല്ലിയ പ്രവീണിന്റെ ശരീരത്ത് 32 മുറിവുകളുണ്ട്. രാവിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിഭീകരമായ നരനായാട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഞാനതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. എന്തിനാണ് ഇത്ര ഈ ചെറുപ്പക്കാരെ ഇതുപോലെ അടിച്ചു കൊല്ലാൻ നോക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. പിണറായി വിജയൻ രക്തദാഹിയായ ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ, സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ്. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ്. പോലീസിനെ ദേഹോപദ്രവമേൽപ്പിക്കൽ, ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം MP പ്രവീൺ, മേഘ എന്നിവരടക്കം 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 ആലപ്പുഴ. വലിയ പരിക്കാണ്. മേഘ രഞ്ജിത്തിനടക്കം തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ സമരമുണ്ടാകും, ഇതിൽ പോലീസ് നടപടി ഉണ്ടാകും. പക്ഷേ തല്ലുമ്പോൾ ഒക്കെ അത്തരത്തിൽ തല്ലണോ എന്ന് പോലീസ് കൂടി ആലോചിക്കുന്നത് നല്ലതാണ്.